55 സങ്കീർത്തനം 16 വാക്യത്തിൽ ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അപ്പൊ ദാവീദേ, ഒരു കാലത്ത് സങ്കടം ഉണ്ടായിരുന്നല്ലേ? അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് വീട്ടിനകത്ത് 8ാമത്തെ മകൻ നീളക്കുറവ് കൊണ്ട് ഇസ്രായേൽ മിലിറ്ററിയിൽ എടുക്കത്തില്ല. 8ാമത്തെ മകനായതുകൊണ്ട് ബന്ധമൊന്നും, രാത്രി ഞാൻ പറയുന്ന ചെറിയൊരു ബന്ധത്തിന് പിശകുണ്ട്. അതുകൊണ്ട് മൂത്ത 7 സഹോദരന്മാർ അവനെ അംഗീകരിക്കുന്നില്ല. അന്നൊക്കെ തനിക്ക് ഒരു കിന്നരവും പാട്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് വൈകുന്നേരം എന്ന ഈവനിങ് എന്ന എഴുതിയേക്കുന്നത്. വൈകുന്നേരത്തും ഒന്നുമില്ലാതിരുന്ന കാലത്ത് യാഗമേൻ ദാവീദിന് എന്തുണ്ടായിരുന്നു? ഒരു കിന്നരവും പാട്ടും ഉണ്ടായിരുന്നു. ദൈവം സ്ഥിതി മാറ്റി, ദൈവം അഭിഷേകം ചെയ്തു, ദൈവം വിളിച്ചു, ദൈവം രാജസ്ഥാനം കൊടുത്തു. ഇസ്രായേലിലെ 2ാമത്തെ രാജാവായപ്പോൾ സിംഹാസനം കിട്ടി, ഇസഡ് കാറ്റഗറിയിലുള്ള സുരക്ഷ കിട്ടി, ഇഷ്ടംപോലെ രാജകീയ ഭക്ഷണം കിട്ടി, ഇഷ്ടംപോലെ രാജകീയ പ്രൗഢി കിട്ടി. ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ മട്ടുപ്പാവിൽ നിന്ന്, അവന്റെ പള്ളിമെത്തയിൽ നിന്ന് അവൻ ഉണർന്നെഴുന്നേറ്റ് മട്ടുപ്പാവിലൂടെ നടക്കുമ്പോൾ, പണ്ട് വൈകുന്നേരം എന്ന് പറയുന്നത് അവന് പ്രാർത്ഥിക്കുന്ന സമയമായിരുന്നു. പക്ഷെ നന്മയും കൊട്ടാരവും പ്രൗഢിയും പണവുമായി കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയം, വേണ്ടാത്തത് കാണാൻ വേണ്ടി, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നീല വെളിച്ചത്തിന്റെ മുൻപിൽ. പണ്ടൊക്കെ വൈകുന്നേരമായാൽ, സ്വത്രം ചെയ്താട്ട്, നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ട്? പണ്ടൊക്കെ വൈകുന്നേരമായാൽ നമ്മുടെ വീട്ടിൽ എന്തായിരുന്നു? അന്ന് ഇതുപോലെയുള്ള ഇലക്ട്രിസിറ്റി കണക്ഷനോ പവറോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത കാലം മണ്ണെണ്ണ വിളക്കിന്റെ മുൻപിലിരുന്ന് കൊച്ചു കുഞ്ഞുങ്ങളുമായി വേദപുസ്തകം വായിച്ച് പാട്ടുപാടി പ്രാർത്ഥിച്ച തലമുറകൾ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊരു വ്യക്തിയാണ് ഞാനും കൂടെ. ഈ രാത്രി ഞാൻ പറയട്ടെ, ഇന്നത്തെ തലമുറയെ കുടുംബ പ്രാർത്ഥനയ്ക്ക് കിട്ടുന്നുണ്ടോ? ഒരു നീല വെളിച്ചത്തിന് മുമ്പിൽ ഒതുങ്ങിപ്പോയില്ലേ? 2.5-3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ കാർട്ടൂൺ എന്ന് പറയുന്ന വിഷയത്തിൽ അഡിക്റ്റ് ആയി പോയില്ലേ? പ്രായമുള്ള കുഞ്ഞുങ്ങൾ, യങ്സ്റ്റേഴ്സ് അഡിക്റ്റ് ആയി പോയില്ലേ? ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്താ അതുകൊണ്ട് സംഭവിച്ചത്? വീട്ടിൽ വരാരുതാത്തത് വീട്ടിൽ വന്നു.